ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുടി വെട്ടുക എന്നുള്ളത് കുറച്ച് വിപ്ലവകരമായിട്ടുള്ള കാര്യം തന്നെയാണല്ലേ. അപ്പോൾ കിട്ടാനോട് സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും നോക്കേണ്ട, വേഗം പോയി വെട്ടിക്കൊള്ളട്ടെ. കാരണം ഒരുപാട് പ്രയത്നങ്ങൾക്കൂടി വേണ്ടി കിട്ടാൻ മുടി വെട്ടാൻ സമ്മതിച്ചിരിക്കുകയാണ് ഗൈസ്. അതും ഈ ഷോർട്ട് ഹെയർ സജസ്റ്റ് ചെയ്തതും ആളുടെ ആയതുകൊണ്ട് ഞാൻ വേറെ നോക്കില്ല, വേഗം പോയി മുടി അങ്ങോട്ട് വെട്ടി. ഇന്ന് നമ്മൾ മൈമ്പള്ളി അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ. മൈമ്പള്ളിക്ക് മാത്രമല്ല 1-2 അമ്പലം കൂടെ നമ്മുടെ പെൻഡിംഗ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ അവിടേക്കും കൂടെ ഒന്ന് പോകണം. പുഷ്പാഞ്ജലി റിസിപ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ ഉള്ളിൽ പോയി തൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങി ചുറ്റമ്പലൊക്കെ തൊഴുത്തിട്ട് വന്നിട്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ നമുക്കൊരു വലിയൊരു കുളമല്ല, കിണറോ എന്തോ ആണത്, കിണർ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് തന്നെ നമുക്ക് ബാക്കിലായിട്ട് കിണർ കാണാം. അപ്പോൾ അത്യാവശ്യം വലിയൊരു കിണറാണ്. പുറത്ത് തന്നെ ആരുണ്ടായിരുന്നു. അപ്പോൾ ആരിൻ്റെ അവിടെ നമ്മൾ ചുറ്റി പ്രാർത്ഥിച്ചിട്ട് വന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഉള്ളത് മൈമ്പള്ളി അമ്പലത്തിൻ്റെ എവിടെയാണ് കേട്ടോ. അവിടെ ഇപ്പോൾ തൊഴുതിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചൊച്ചിരിക്കുന്ന് പോകണം, കേരളപ്പഴനി അമ്പലം, മതിക്കുന്നിൽ പോകണം. അപ്പോൾ ഈ 3 അമ്പലങ്ങളാണ് ഇന്ന് ഞാൻ വിസിറ്റ് എടുത്തിരിക്കുന്നത്. കർണാടക വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴാനായിട്ടുള്ളൊരു തീരുമാനം എടുക്കും വരും. ഇവിടെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ സ്പോട്ട് ഞങ്ങളെപ്പോഴും വന്നിരിക്കാറുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഭയങ്കര വിഷമമായി. പോവാം, ഇനി കേരള പഴനിയിലേക്ക് പോവാം. അത് കഴിഞ്ഞ് മതിക്കുന്ന് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വേഗം വരാം. ഈ സ്ഥലം എനിക്ക് കുറച്ചും കൂടെ സ്പെഷ്യലാണ് കേട്ടോ. ഞാനും കിച്ചനും എപ്പോഴും വന്നിരിക്കാറുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ ഇണക്കങ്ങൾ പിണക്കങ്ങൾ പരാതികളൊക്കെ ഞങ്ങൾ തീർത്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ ഇപ്പോൾ വീട്ടിലേക്ക് പോയി പിന്നെ ഞങ്ങളിവിടെ വരവും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകഴിഞ്ഞിട്ട് ഞാൻ വേഗം നമ്മുടെ ചോച്ചിരിക്കുന്ന്, അതായത് കേരള പഴനി എന്നറിയപ്പെടുന്ന അമ്പലത്തിലേക്ക് എത്തി. അവിടെ ഞാൻ തൊഴുതു കേട്ടോ. ഇതിനിടയിൽ അബദ്ധം പറ്റി കേസ് വണ്ടിയുടെ ഡിക്കിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ അറിയാതെ അടച്ചു പോയി. ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കിച്ചനെ വിളിച്ചിട്ട് ചാവി കൊണ്ട് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മുകളിൽ പടി കയറി തൊഴാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ മുകളിൽ പോയി വണ്ടി വെച്ചിട്ട് തൊഴാമെന്നാണ് വിചാരിച്ചത്. പടി സ്കിപ്പ് ചെയ്തത്. പക്ഷേ പടി സ്കിപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കാലിന്. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ കയറി വന്നു. എന്നാലും കുഴപ്പമില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കേരള പഴനിയുടെ പടി ഇത്തിരി കൂടിയുണ്ടോ എന്ന് എനിക്കൊരു സംശയമായി. പിന്നെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. ഞാൻ വേഗം തൊഴുത് ചാവിയൊക്കെ കിട്ടി. പിന്നെ നേരെ മതിക്കുന്ന് വന്ന് നമ്മൾ മതിക്കുന്ന് തൊഴുതു കേട്ടോ. മതിക്കുന്നൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ കുറച്ച് ടയേർഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ല രീതിയിലൊക്കെ പ്രാർത്ഥിച്ച് നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഞാൻ എല്ലാ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കണതും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണതും. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ അവിടുത്തെ മനോഹാരിതൊക്കെ ആസ്വദിച്ച് അങ്ങനെയൊക്കെ നിന്നു. പിന്നെ ഞാൻ നമ്മുടെ കൂട്ടുകാരുടെ ഭാഗത്തേക്കൊക്കെ പോയി. കാരണം 10 ആകുമ്പോഴേക്കും നമുക്ക് മതിക്കുന്നിൽ ഫുഡ് കൊടുത്ത് തുടങ്ങും. അപ്പോൾ ചെറുതായിട്ടുള്ള തിരക്കുള്ളൂ, അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. പിന്നെ തിരക്കായി വരുന്നുള്ളൂ, ഞാൻ നേരത്തെയാണ് കുറച്ച്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ മതിക്കുന്ന അമ്പലത്തിലേക്ക് വരുന്ന ഒരു അടിപൊളി ഏരിയ ആണ് കേട്ടോ. 2 ഭാഗത്തും നെൽപ്പാടങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പാടങ്ങൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗ്രീനറി എഫക്റ്റ് ഒക്കെ കിട്ടും. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ടും അതൊക്കെ ആസ്വദിക്കാനായിട്ട് നമുക്ക് ഇപ്പോഴൊക്കെ പറ്റുള്ളൂ. കുറച്ച് വർഷം കഴിഞ്ഞ് ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ ആസ്വദിച്ച് പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ പതുക്കെ ഞാൻ അവിടെ സ്കൂട്ടായി തുടങ്ങി കേട്ടോ. നമ്മൾ മതിക്കുന്നിലേക്കുള്ള വഴിയാണ്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു കടയിൽ കയറി അവിടെ കുറേ കുഞ്ഞികൃഷ്ണനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒരുപാട് മിസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.